എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ഓണം. സോ ഇന്ന് ഉത്രാടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വൈകുന്നേരം, അതായത് ഉത്രാടത്തിൻ്റെ വൈകുന്നേരമാണ്. ഞാനിപ്പോൾ ഒരു ചെറിയ ഷൂട്ട്, ഞാനും ഐശ്വര്യം കൂടെ ഒരു ഓണത്തിൻ്റെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മുടെ ഡ്രസ്സ്, അത് ഓണക്കൂടിയൊക്കെ ഞാനിപ്പോൾ ആൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് കൊടുത്തേക്കാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു വ്ളോഗൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഓണം ഭയങ്കര ഗംഭീരമായിട്ടൊന്നും കഴിക്കുന്നില്ല. കാരണം ഞാനും അമ്മയും അച്ഛനും മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വലിയ സദ്യകളൊന്നും ഉണ്ടാക്കണം, കാരണം ഇവിടെ കഴിക്കാൻ ആരും ഇല്ലല്ലോ. പക്ഷേ ചിലപ്പോൾ അച്ഛൻ്റെ ഫ്രണ്ട്സ് വരുന്നു പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറച്ച് സദ്യയുടെ ഐറ്റംസ് കൂടി ഉണ്ടാക്കും. അല്ലെങ്കിൽ നമ്മൾ കുറച്ച്, അതായത് എന്തെങ്കിലും സാമ്പാറും പിന്നെ മസാലക്കറി, അങ്ങനെ ചെറിയ കുറച്ച് ഐറ്റംസ് മാത്രം ഉണ്ടായിട്ട് നമ്മൾ സദ്യ കഴിക്കും. അപ്പോൾ നാളെ പരിപാടികളൊന്നുമില്ല. പക്ഷേ ഞാൻ വിചാരിച്ചു ഓണം, എന്താ പറയുക, ഓണത്തിൻ്റെ വ്ളോഗ് എടുക്കാമെന്ന്. അപ്പോൾ മറ്റന്നാൾ കുറച്ച് നമുക്ക് ഗസ്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അവിടെ അടുക്കളയിൽ എന്തൊക്കെയായി നമുക്ക് പോയി നോക്കാം. പോയി ഞങ്ങളുടെ പൂച്ചിരിക്കുന്നുണ്ടോ, ഇന്നത്തെ ഞങ്ങളുടെ പൂക്കളം നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഇവിടെ പുളിയഞ്ചി, അമ്മ പുളിയഞ്ചി ഒന്നും അമ്മ ഉണ്ടാക്കാറുന്നില്ല കേട്ടോ. പക്ഷേ അമ്മ അച്ഛൻ്റെ ഫ്രണ്ട്സ് വരുന്നിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. പക്ഷേ അവർ വരുമെന്ന് അറിയാൻ ഉറപ്പില്ല എനിക്ക്. എന്തായാലും പുളിയഞ്ചി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം, സദ്യയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം കേട്ടോ പുളിയഞ്ചിൻ്റെ. അമ്മ അടിപൊളിയായിട്ടുണ്ടാക്കും. പിന്നെ ഈ കുഴച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ അടയ്ക്ക് വേണ്ടിയിട്ടാട്ടോ. നാളെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതും കൂടി അമ്മ ഇപ്പോൾ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നാളെ സദ്യക്കുള്ളത് പെട്ടെന്ന് ചെയ്യാമല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി വിശേഷങ്ങൾക്ക് ഇങ്ങനെ വഴിയെ കാണാം. എന്താ അട ഉണ്ടാക്കാം. അട നാളേക്ക് ഇത് കുറച്ച് വെള്ളം കൂടി അട. ഓക്കെ, ബൈ. അപ്പോൾ രാത്രി തന്നെ അമ്മ നാളേക്കുള്ള വെജിറ്റബിൾസൊക്കെ അരിഞ്ഞു വെക്കുകയാണ്. അവിയലിനും സാമ്പാറിനും പിന്നെ നമ്മുടെ മസാലക്കറിക്കും അങ്ങനെ എല്ലാം അരിഞ്ഞു വെക്കുകയാണ്. എന്നാൽ പിന്നെ അമ്മയ്ക്ക് നാളെ രാവിലെ ഈസി ആവുമല്ലോ പണിയൊക്കെ ചെയ്യാൻ. അങ്ങനെ അമ്മ ഏകദേശം എല്ലാം അരിഞ്ഞു വെച്ചിട്ടാണ് കേട്ടോ അമ്മ കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ പൂക്കളം. ഇനി വേണമെങ്കിൽ ഒരു വട്ടം കൂടി ഇടാം. അപ്പോഴേക്ക് അമ്പലത്തിൽ പോകാനുണ്ട്. അപ്പോൾ സമയം പോകുന്ന വെച്ചിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ വന്നിട്ടിടും. ഇവിടെയൊക്കെ വൃത്തിയാക്കാണ്ട് കേട്ടോ. അപ്പം എന്തായാലും എല്ലാവർക്കും ഹാപ്പി ഓണം. ഇന്ന് നമുക്ക് സദ്യയൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ഇതിലാണ് അമ്മ. ഞാനിവിടെ പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇത്രയും നേരം. അപ്പോൾ ഇനി നമുക്ക് അമ്പലത്തിൽ പോകണം. അപ്പോൾ വേഗം പോയി കുളിച്ച് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് സിറ്റാം. അമ്മ അവിടെ സദ്യേൻ്റെ ഒരുക്കത്തിലാണ്. അവയിലൊക്കെ പറഞ്ഞായോ. അപ്പോൾ ഇത് മസാലക്കറിക്കുള്ളതാണ്. പിന്നെ അവിയലിൻ്റെ കഷ്ണങ്ങൾ ഇന്നലെ അമ്മ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താന്ന് നോക്കട്ടെ, ഇത് സാമ്പാറിൻ്റെയാണ് കേട്ടോ. ഇതാണ് കേട്ടോ മുളകാ പച്ചടി, രസം, അങ്ങനെ ഓരോന്നായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മ. അപ്പോൾ നമ്മൾ എന്താ പറയുക, അച്ഛനിപ്പോൾ ചെമ്പരത്തിയൊക്കെ പറിക്കാൻ പോയിട്ട് ലാസ്റ്റ് റൗണ്ടും കൂടി വേണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ വേഗം പോയിട്ട് കുളി കഴിഞ്ഞിട്ട് വരാം. എന്നിട്ട് എനിക്ക് ഡ്രസ്സൊക്കെ മാറ്റാം. ഇങ്ങനെ ഇതാണ് കേട്ടോ നമ്മുടെ പൂക്കളം. ഇന്നത്തെ ഐശ്വര്യൻ്റെ പൂക്കളം ഇതാട്ടോ. നമ്മൾ ഐശ്വര്യനെ വെയിറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഐശ്വര്യം മുന്നേ നമുക്ക് അമ്പലത്തിൽ പോകാം. ഒരു മഴക്കോളുണ്ട്. അപ്പോൾ മഴ ഒന്ന് പെയ്ത് തുറന്നാണ് കേട്ടോ. ഹാപ്പി ഓണം. അപ്പോൾ എൻ്റെ ഓണക്കോടി കാണിച്ചെടുക്ക്. ഞാൻ പിടിച്ചു മുഴുവൻ വേണം. ഫുള്ള് കാണാൻ ഞാൻ എടുത്താൽ കാണുന്നതാണ്. എങ്ങനെയുണ്ട്? വലിയമ്മ വാങ്ങി തന്നാണ്. സിന്ധുവിൻ്റെ വകയാണ് ഈ ഓണക്കോടി. അച്ഛൻ്റെ വക ഉള്ളത് ഞാൻ നാളെ ഇടാം. എന്താ പറയുക, പോലും കുടുംബക്കാരുണ്ടാവുന്ന ചങ്ക്. അവിടെ നിറച്ച ആൾക്കാരാണ് കേട്ടോ. കയറി കോട്ടയൊക്കെ പിടിച്ചിട്ടാണ് സെറ്റ് പിടിച്ചാൽ. ഞാൻ പിടിച്ച പണക്കുമാ. അമ്പലത്തിൽ നിന്നൊക്കെ തിരിച്ചു വന്ന് നേരെ പോയത് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാതെ എന്നെ ചെറുതായിട്ടൊന്ന് പട്ടി കടിച്ചു. അപ്പോൾ അതിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇഞ്ചക്ഷൻ അടിച്ചിട്ട് വരാം. അങ്ങനെ ഓണത്തിൻ്റെ അന്ന് ഏകദേശം 2:30 ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ വീട്ടിൽ വന്ന് സദ്യ കഴിക്കുന്നത്. സത്യം പറഞ്ഞാൽ സദ്യനേക്കാൾ കൂടുതൽ വേദന തിന്നിട്ടാണ് വരുന്നത്. അങ്ങനെ സദ്യയൊക്കെ കഴിച്ചു. അങ്ങനെ സംഭവ ബഹുലമായ ഒരു ഓണമായിരുന്നു അങ്ങനെ കഴിഞ്ഞത്. അപ്പോൾ അന്നത്തെ ദിവസം എനിക്ക് ബാക്കിയൊന്നും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ആ ഇഞ്ചക്ഷൻ്റെ ഡോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വേഗം ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം നമുക്ക് കുറേ ഗസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. മേഘേച്ചും ചിത്രമായി അമ്മായിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കുള്ള ബിരിയാണി ഉണ്ടാക്കലായിരുന്നു അമ്മേൻ്റെ പരിപാടി. അപ്പോൾ അതേ അവരൊക്കെ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. കൊച്ചു വർത്താനം പറഞ്ഞിരിക്കുന്നു ഞാൻ കണ്ടു. ചമ്മന്തി,
സാലഡ് മാത്രം ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. ദമ്മിടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അമ്മ റെസ്റ്റ് എടുക്കാണ്ടാകുമ്പോൾ ബിരിയാണി വയ്ക്കും. ആ പറഞ്ഞത് ഞാൻ എന്താ പറയുക പട്ടി കടിച്ചൊരിതിൽ ഞാനിങ്ങനെ ഇരിക്കാനൊന്നും പറ്റാണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ ബിരിയാണി ഇവിടെ റെഡി ഉണ്ടത്. ബാക്കിയെല്ലാം നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി കഴിക്കാം. പിന്നെ അത് എല്ലാവരും വന്നിട്ട് അവിടെ ഇരുന്ന് സംസാരിക്കലായിരുന്നു കേട്ടോ പണി. ഈ ഓണമൊക്കെ ആകുമ്പോഴാണല്ലോ എല്ലാവരും ഒത്തുകൂടുന്നതൊക്കെ. അങ്ങനെ എല്ലാവരും വന്ന് സംസാരം ഇതൊക്കെ ആയി. പിന്നെ ഓരോരുത്തർ പോകാനും ആയി കേട്ടോ. മേഘേച്ചിയും പോവാണ്, ചിത്രമായും പോവാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും പോയി, ഞങ്ങളും പോന്നു കേട്ടോ അവിടുന്ന്. ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങണം എന്നുള്ളൊരു വ്ളോഗ് തുടങ്ങണം, ഭയങ്കര അടിപൊളി ആക്കണം എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ ഓണത്തിൻ്റെ വ്ളോഗ് എടുത്തത്. അത് ഓണം കഴിഞ്ഞ് അപ്പം തന്നെ അപ്ലോഡ് ചെയ്യണം. ഒരുപാട് പ്ലാനൊക്കെ ആയിരുന്നു, പക്ഷേ ഒന്നും നടന്നില്ല. നമ്മൾ പ്രതീക്ഷിക്കാണ്ട് കുറേ കാര്യങ്ങൾ വന്നിട്ട് ഒന്നും പറ്റിയില്ല. അപ്പോൾ ഓണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് വ്ളോഗ് ഇടാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യത്തെ ഓണം ഭയങ്കര മുഞ്ചൽ ഓണമായിരുന്നു. അപ്പോൾ എൻ്റെ വ്ളോഗിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ ഹോസ്പിറ്റലിൽ പോണതും അങ്ങനെ പട്ടി കടിച്ചു എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം ഓണം എന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മൾ പ്രതീക്ഷിക്കാതെ കുറേ സംഭവങ്ങളൊക്കെ വന്ന ഓണമായിരുന്നു. നമ്മൾ ആ പുതിയ വീട്ടിലത്തെ ഫസ്റ്റ് ഓണമായിരുന്നു. അതുകൊണ്ടായിരുന്നു കുറച്ച് സെലിബ്രേറ്റ് ചെയ്യണം, വ്ളോഗൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും നടന്നില്ല. തിരുവോണത്തിന് അന്ന് രാവിലെ വരെ ഭയങ്കര നല്ലതായിരുന്നു. പിന്നെ അമ്പലത്തിൽ പോയി വരുമ്പോഴാണ് എന്നെ പട്ടി കടിച്ചത്. അതോടെ പിന്നെ ആ ഓണം അങ്ങനെ പോയിണ്ടാവും. ഉച്ചയ്ക്ക് ഞങ്ങളൊരു 2:30 ആകുമ്പോഴാണ് കേട്ടോ പിന്നെ വീട്ടിലെത്തിയത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അമ്മ രാവിലെ സദ്യയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതൊക്കെ കഴിച്ചത് പോയി വന്നിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2:30 വരെ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ആയി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം കുറച്ച് ഫാമിലിയിൽ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഗസ്റ്റ്. അപ്പോൾ അവർക്ക് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി, ബിരിയാണിയൊക്കെ ആയിരുന്നു അമ്മേൻ്റെ. അതൊക്കെ ഉണ്ടാക്കി നമ്മൾ അച്ഛനെ ഇല വെട്ടാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് അച്ഛൻ്റെ കൈ വെട്ടിപ്പോന്നു. കൈ ലൈക്ക് മുറിഞ്ഞു അങ്ങനെ പോന്നു. അങ്ങനെ അത് ഫുൾ ബ്ലഡൊക്കെ പോയി. പിന്നെ പോയി ടീറ്റിയൊക്കെ അടിച്ച്. അങ്ങനെ ഈ ഓണം എന്ന് പറഞ്ഞാൽ ഫുൾ ഹോസ്പിറ്റലായിട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഓണമായിരുന്നു. ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കാണ്ട് വന്ന ഓരോ കാര്യങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് വേസ്റ്റ് ഓണായിട്ടാണ് എനിക്ക് ഈ പ്രാവശ്യം ഓണം തോന്നിയത്. അത്യാവശ്യം ഈ സദ്യ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ വേദന തന്നൊരു ഓണമായിരുന്നു കേട്ടോ. കാരണം അന്ന് ഇത് കടിച്ച അന്ന് തന്നെ നമ്മൾ 6 ഇഞ്ചക്ഷനായിരുന്നു അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൈയൊന്നും അനക്കാൻ പറ്റാണ്ടായിരുന്നു, കാലും ഒക്കെ ഭയങ്കര വേദനയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ഇന്നലെ നമുക്കൊരു ടി ടി ഉണ്ടായിരുന്നു. അങ്ങനെ 2 കൈയും ടി ടി അടിച്ചിട്ടപ്പോൾ കൈയൊന്നും വയ്യാണ്ടിരിക്കുകയാണ്. അതടിച്ചിട്ട് നമ്മളിപ്പോൾ കാലിക്കറ്റിലേക്ക് പോന്നു. അപ്പോൾ പക്ഷേ ക്ലാസ്സിന് പോകാമെന്ന് പറഞ്ഞാൽ നമുക്ക് ബസ്സിലൊക്കെ ഇങ്ങനെ ഇതാക്കി പോകാൻ പറ്റില്ല. അതുകൊണ്ട് സാറിനെയൊക്കെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഓൺലൈനിലാക്കി തരുമോ എന്നൊക്കെ ചോദിച്ച്. അങ്ങനെ എന്തായാലും ഇപ്രാവശ്യം ഓണം ഭയങ്കര ഒരു പ്രതീക്ഷിക്കാതെ വന്ന കുറേ സംഭവങ്ങൾ കൊണ്ട് ഭയങ്കര വേസ്റ്റ് ഓണമായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോസൊക്കെ എടുക്കണം എന്ന് വിചാരിച്ച സംഭവങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കുറച്ച് കിട്ടിയത് മാത്രം ആഡ് ചെയ്തിട്ടാണ് ഇപ്രാവശ്യത്തെ വ്ളോഗ് ഇട്ടത്. അതുകൊണ്ടാണ് ലാസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ പോലെ ഒരു ഇത് എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും നമ്മളിതൊക്കെ എന്താ പറയുക, ഇതൊക്കെ ഓരോ കാര്യങ്ങളുണ്ടാവും. പക്ഷെ എന്തായാലും കുഴപ്പമില്ലാണ്ട് ഇപ്പോൾ നിൽക്കുകയാണ്. സോ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.